ക്രമസമാധാന ചുമതലയുള്ള ADGPയുടെ ചുമതല മനോജ് എബ്രഹാം ഒഴിഞ്ഞു. H. വെങ്കടേഷ് ക്രമസമാധാന ചുമതലയുള്ള ADGP ചുമതല ഏറ്റു എന്നാണ് R. അനന്തകൃഷ്ണൻ തിരുവനന്തപുരത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്യുന്നത്. അനന്തൻ, ഒരു പക്ഷേ ക്രമസമാധാന ചുമതലയിലേക്ക് ഒരു ADGP വരില്ല, പകരം DGP നേരിട്ട് അതിന്റെ ചുമതല വഹിക്കുമെന്നൊക്കെ നേരത്തെ ഷെയ്ഖ് ദർവേസ് സാഹിബ് DGP ആകുന്നതിന് മുൻപ് ക്രമസമാധാന ചുമതല വഹിച്ചിരുന്ന ആളുമായിരുന്നു. അതെ. അപ്പം അനന്തൻ, എങ്ങനെയാണ് H. വെങ്കടേഷിലേക്ക് എത്തിയത്? ആര്യ, അല്പസമയം മുമ്പാണ് തിരുവനന്തപുരം പേരൂർക്കടയിലെ ഈ ലോ ആൻഡ് ഓർഡർ ADGP ഓഫീസിൽ ഒരു സ്ഥാനമാറ്റ ചടങ്ങ് നടന്നത്. നിലവിൽ ADGP ലോ ആൻഡ് ഓർഡർ ആയിരുന്ന മനോജ് എബ്രഹാം ആ സ്ഥാനം ഒഴിഞ്ഞു. പകരം ക്രൈംബ്രാഞ്ച് മേധാവിയായിരുന്ന ഇപ്പോൾ ലോ ആൻഡ് ഓർഡർ ADGP സർക്കാർ നിയമിച്ച H. വെങ്കടേഷ് സ്ഥാനം ഏറ്റെടുത്തു. ഇരുവരും പരസ്പരം പദവികൾ കൈമാറി. മനോജ് എബ്രഹാം DGP ആയി പ്രൊമോഷൻ കിട്ടി. ഇപ്പോൾ ഫയർഫോഴ്സ് മേധാവിയായിട്ട് ചുമതലയേൽക്കാൻ പോവുകയാണ്. അദ്ദേഹം ഫയർഫോഴ്സ് ആസ്ഥാനത്തേക്ക് പോയിട്ടുണ്ട്. അവിടെ അല്പസമയത്തിനകം അദ്ദേഹം ചാർജ് എടുക്കും. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിന്റെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയി H. വെങ്കടേഷ് ചുമതലയേറ്റ് കഴിഞ്ഞു. അദ്ദേഹത്തിന് മുന്നിൽ ഈ നിമിഷം മുതൽ വലിയ വെല്ലുവിളികളാണുള്ളത്. കാരണം പ്രധാനമന്ത്രി ഇന്ന് വൈകിട്ട് തിരുവനന്തപുരത്തേക്ക് എത്തുകയാണ്. നാളെ കൂടി ഉണ്ട്. അതിനൊപ്പം തന്നെ ഓപ്പറേഷൻ ഡി ഹണ്ട്, അതുപോലെ തന്നെ ഗുണ്ടകൾക്കെതിരായ നടപടി, അതൊക്കെ ശക്തമായി മുന്നോട്ട് പോകുമെന്നാണ് സ്ഥാനം ഏറ്റെടുത്ത ശേഷം H. വെങ്കടേഷ് പറഞ്ഞത്. നേരത്തെ രതീഷ് സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനത്ത് ഏറ്റവും ഗ്ലാമറുള്ള ഒരു പദവിയാണ്, സംസ്ഥാന പോലീസിലെ ഏറ്റവും ഗ്ലാമറുള്ള പദവിയാണ് ADGP ലോ ആൻഡ് ഓർഡർ എന്നത്. നേരത്തെ M. R. അജിത് കുമാർ ആയിരുന്നു. അദ്ദേഹം വിവാദങ്ങളെ തുടർന്നാണ് അദ്ദേഹത്തെ മാറ്റി മനോജ് എബ്രഹാമിനെ ആ സ്ഥാനത്തേക്ക് കൊണ്ടുവന്നത്. മനോജ് എബ്രഹാം ഇപ്പോൾ DGP ആയി പ്രൊമോഷൻ കിട്ടിയപ്പോൾ അദ്ദേഹം മാറേണ്ടി വന്നു. പകരം ആരെ എന്നുള്ള ചോദ്യം സജീവമായി സർക്കാർ തലത്തിൽ ചർച്ചയായിരുന്നു. കാരണം ADGPമാരുടെ എണ്ണം കുറവായതുകൊണ്ട് തന്നെ ഇപ്പോഴുള്ള ADGPമാരെല്ലാം അതത് സ്ഥാനങ്ങളിൽ തുടരുന്നതുകൊണ്ട് തന്നെ, പ്രധാനപ്പെട്ട ചുമതലകൾ വഹിക്കുന്നതുകൊണ്ട് തന്നെ ലോ ആൻഡ് ഓർഡറിലേക്ക് ആര് വരും എന്നുള്ളൊരു സജീവമായ ചർച്ച നടന്നിരുന്നു. ആദ്യം S. ശ്രീജിത്തിന്റെയും ഒപ്പം തന്നെ H. വെങ്കടേഷിന്റെയും പേരാണ് ഉയർന്നു വന്നിരുന്നത്. ഇതിനിടയിൽ മാറ്റി നിർത്തപ്പെട്ട M. R. അജിത് കുമാറിനെ സർക്കാർ തിരികെ കൊണ്ടുവരുമോ എന്നൊക്കെയുള്ള ചോദ്യം. ക്രമസമാധാന ചുമതല H. വെങ്കടേഷ് ഏറ്റെടുത്തു.